ഈ കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ ആവിഷ്കരിച്ച് വളരെയധികം പ്രശംസ നേടിയതാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം. ലോക്ക്ഡൗൺ കാലത്ത് 86 ലക്ഷത്തിലധികം കിറ്റുകളാണെങ്കിൽ ഓണത്തിന് 88 ലക്ഷം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പക്ഷേ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം ഇവിടം കൊണ്ടും തീരുന്നില്ല. ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം അടുത്ത 4 മാസവും തുടരും. കേരള സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രഖ്യാപനം. അടുത്തൊരു പ്രഖ്യാപനം സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 35 ലക്ഷം പേർക്ക് 600 രൂപ നിരക്കിൽ നൽകിയിരുന്ന പെൻഷൻ 1000 രൂപയും പിന്നീട് 1200 രൂപ 1300 രൂപയായും വർദ്ധിപ്പിച്ചു. 35 ലക്ഷത്തിൽ നിന്ന് ഉപഭോക്താക്കളുടെ എണ്ണം 58 ലക്ഷമായി വർദ്ധിച്ചു. കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം ചെയ്യാൻ സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് 2 സുപ്രധാന തീരുമാനങ്ങളാണ് സർക്കാർ എടുക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ 100 രൂപ വീതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി മാസം 1400 രൂപയാണ് ക്ഷേമ പെൻഷനായി ലഭിക്കുക. പെൻഷൻ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ 2 മാസം കൂടുമ്പോഴായിരുന്നു പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. ഇനി പെൻഷൻ മാസം തോറും ഓരോ മാസവും പെൻഷൻ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും മികച്ചൊരു തീരുമാനമാണിത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.